അസ്സലാമു അലൈക്കും. സ്നേഹമുള്ളവരെ, അള്ളാഹു നാം ഏവരെയും നന്മയുടെ വഴിയിൽ സഞ്ചരിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ മക്കളെ എല്ലാവിധ ദുരന്തങ്ങളെ തൊട്ടും കാക്കട്ടെ. ഓരോ ദിവസം ചെല്ലും തോറും പുതിയ പുതിയ വാർത്തകൾ കൊണ്ട് നാം എല്ലാം ഞെട്ടുകയാണ്. ചെറിയ കുട്ടികളൊക്കെ ഡ്രഗ്സിന് അഡിക്റ്റായി സ്വന്തം മാതാപിതാക്കളെയും ബന്ധങ്ങളെയൊക്കെ തകർത്തെറിയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പലരും പലതിലേക്ക് ചൂണ്ടിക്കാണിക്കും. സിനിമ കൊണ്ടാണ്, ഡ്രഗ്സ് കൊണ്ടാണ്, അങ്ങനെ പല കാര്യങ്ങളും പറയും. നമ്മൾ വളരെയധികം ചിന്തിക്കണം. നമുക്കൊരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടിയെ വളർത്തി കൊണ്ടുവരുന്നതിനോടൊപ്പം തന്നെ നമ്മളും സഞ്ചരിക്കണം. എപ്പോഴും അവരുടെ മേലിലൊരു ശ്രദ്ധ നമുക്കുണ്ട് എന്ന് അവർക്കും ബോധ്യം ഉണ്ടാകണം. അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. നമുക്ക് നഷ്ടങ്ങളുണ്ടായി, അതുകൊണ്ട് നമ്മുടെ മക്കൾ സന്തോഷത്തിൽ ജീവിക്കണം എന്നൊക്കെ നാം ആഗ്രഹിക്കും. സ്നേഹമൊക്കെ നമ്മുടെ മനസ്സിൽ മതി, അത് പുറത്ത് കാണിക്കാതെ അവരെ സ്ട്രിക്റ്റായിട്ട് കൊണ്ടുപോകാനുള്ള ഒരു ചിന്ത നമുക്കെപ്പോഴും ഉണ്ടാകണം. കുറേ അങ്ങോട്ട് കൈവിട്ട് കഴിഞ്ഞിട്ട് പിന്നെ നിയന്ത്രിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നേരെ വിരൽ ചൂണ്ടുന്നവരായി മാറും അവർ. പിന്നെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. അവരെ ഭയന്ന് നമ്മൾ ജീവിക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇന്നത്തെ കാലത്ത് കാണാൻ കഴിയുന്നത്. എന്തുകൊണ്ടിത് സംഭവിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ എല്ലാ വെള്ളിയാഴ്ചകളും കടന്നു പോകുന്നുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയിലും ജുമാ നടക്കുന്നുണ്ട്. ധാരാളം ആളുകൾ പള്ളിയിൽ കയറുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ റമദാൻ വരികയാണ്, നോമ്പുകാരിറങ്ങും നോമ്പ് പിടുത്തവുമായി. എന്തൊക്കെ ചെയ്താലും നാട്ടിൽ ഏറ്റവും അധികം പ്രശ്നക്കാർ കാണുമ്പോൾ, അതൊക്കെ മുസ്ലിം നാമധാരികളെ കാണുമ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നുകയാണ്. ഇത്രയൊക്കെ പറഞ്ഞിട്ടും എന്തുകൊണ്ട് സമൂഹം പിഴച്ചു പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥ കറക്റ്റല്ല. രണ്ട്, പോലീസുകാരെ ഭയമില്ല. ഇത് രണ്ടുമാണ് എനിക്ക് മനസ്സിലായൊരു കാര്യം. ഒരു പ്രതിയെ കയ്യിൽ കിട്ടിയാൽ അവൻ 100% പ്രതിയാണെന്ന് ഉറപ്പായാൽ പോലും അവൻ്റെ ശരീരത്തിലൊന്ന് തൊടാൻ പോലീസുകാർക്ക് പറ്റില്ല. വൈദ്യപരിശോധന നടത്തി അവനിക്ക് പോറൽ പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അത് വേറൊരു പ്രശ്നമായി മാറുകയും പോലീസുകാർ സസ്പെൻഷനിലാവുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് കുട്ടികളുടെ കാര്യത്തിൽ എല്ലാവരും വളരെ നിർബന്ധമായിട്ടും ശ്രദ്ധ ചെലുത്തുക. എനിക്കുമുണ്ട് മക്കൾ. വളരെ കുട്ടിക്കാലം മുതലേ തന്നെ അവരെ നിയന്ത്രിച്ചു കൊണ്ടുവന്നതുകൊണ്ട് ഇന്നും അവരോടൊപ്പം ഒരു കൂട്ടുകാരെ പോലെ യാത്ര ചെയ്യാൻ കഴിയുന്നു. അള്ളാഹു, അതിന് റബ്ബിന് ഞാൻ സ്തുതി പറയുകയാണ്. നമ്മുടെ വിഷയം സൂഫിസമാണെങ്കിലും അതിനെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഈ വിഷയം മനസ്സിലായവർക്ക് അത് തിരിയും. അല്ലാതെ ചില ആളുകൾ അതിൻ്റെ അകത്ത് കയറി ഉടൻ തന്നെ ന്യായങ്ങൾ പറയുന്നതൊക്കെ നമുക്ക് കാണാം. കാരണം അവർ എന്താണ് ഇതൊന്നും വ്യക്തമായിട്ട് അറിയാത്തവരാണ്. മറ്റുള്ളവർ പറയുന്നത് കേട്ട് പറയുന്ന ആളുകളാണ്. അന്വേഷിച്ച് നടക്കാൻ അവർക്ക് സമയമില്ല. ഇന്ന് എല്ലാ കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ അറിയാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. സൂഫിസത്തിൻ്റെ വിഷയം നമുക്കൊരു മൊബൈൽ ഫോണിലൂടെ ഒന്ന് പരിശോധിച്ച് നോക്കാം. മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് നമുക്ക് ആ മൊബൈൽ എന്ന് പറയുന്ന ഫോണിനെ കുറിച്ച് നാമൊക്കെ അറിയാൻ തുടങ്ങിയതെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കുക. ഒരു ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ ആ ഫോണിൻ്റെ സെറ്റിങ്സുകൾ വ്യക്തമായിട്ട് അറിയുന്ന എത്ര പേരുണ്ട്? ശരിക്കും ഒരു ഫോൺ ശരിയായ രൂപത്തിൽ ഉപയോഗിക്കാൻ അറിയാൻ പാടില്ലാത്ത ആളുകളാണ് നല്ലൊരു ശതമാനം ആൾക്കാർ. അപ്പോൾ ഒരു ഫോണാണെന്നറിയാം, അതിൽ കോൾ ചെയ്യാൻ പറ്റുമെന്നറിയാം, അതിൽ ഇൻ്റർനെറ്റ് സംവിധാനങ്ങളുണ്ടെങ്കിൽ അതിൽ കയറി പല കാര്യങ്ങളും സെർച്ച് ചെയ്യാനറിയാം. അങ്ങനെ അതിലെ ഓരോ ആപ്പുകളെക്കുറിച്ചൊക്കെ മറ്റുള്ള വീഡിയോസ് നോക്കിയൊക്കെ മനസ്സിലാക്കി ചെയ്യാനറിയാം. അങ്ങനെയാണ് ഓരോന്നിനെക്കുറിച്ചും അറിയുന്നത്. ഇതൊന്നും അറിയാതെ നാം മൊബൈൽ കയ്യിലെടുത്തിട്ട് നമ്മളതിലേക്ക് നോക്കിയിരുന്നു കഴിഞ്ഞാൽ
നമുക്കതിൻ്റെ പൂർണ്ണമായ ഒരു രൂപം കിട്ടില്ല. ചില ആളുകളൊക്കെ അറിയാം, എനിക്കിപ്പോഴും വാട്സപ്പ് ഉപയോഗിക്കാൻ അറിയില്ല, അതെങ്ങനെയാണ് മെസ്സേജ് അയക്കേണ്ടതെന്ന് അറിയില്ല എന്ന് പറയുന്ന ആളുകളെയും എനിക്കറിയാം. ചിലർ അങ്ങോട്ടൊന്നും ഇറങ്ങി ചെല്ലാറില്ല. നല്ല വിദ്യാഭ്യാസമുള്ളവരൊക്കെ അത് വേണ്ട രൂപത്തിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഫോൺ, ആ ഫോണിൻ്റെ പുറമേയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. അതിനൊരു കവർ വേണം, അതിനൊരു ഡിസ്പ്ലേ ഉണ്ട്, അതിന് ചാർജ് ഉണ്ട്, അത് ചാർജ് ചെയ്താലേ വർക്ക് ചെയ്യുള്ളൂ. അതിൽ 2 ചാർജാണ്, ഒന്ന് കറണ്ടിലൂടെ മൊബൈലിൻ്റെ ചാർജും ഒന്ന് റീചാർജും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ടറിയാം. എന്നാൽ മൊബൈലിൻ്റെ ഉള്ളിലുള്ള പാർട്സുകളെക്കുറിച്ച് നമുക്ക് യാതൊരു ഐഡിയയുമില്ല. ഈ കൊണ്ടു നടക്കുന്ന മൊബൈലിൻ്റെ ഉള്ളിലെ ഓരോ പാർട്സുകളും, അതിലെ ഓരോ പാർട്സുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ആർക്കും അറിയില്ല. എന്തെങ്കിലും ഒരു തകരാറ് വന്നാൽ നാം അതും കൊണ്ടൊരു സർവീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് മൊബൈലിൻ്റെ. അപ്പോൾ അവിടെ അതിൻ്റെ മെക്കാനിക്കുകൾ അതിൻ്റെ അകത്തുള്ള സാധനങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ ഡിസ്പ്ലേ പോയി, ബാറ്ററി പോയി, അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളൊക്കെ പോയി എന്നുള്ള അതിൻ്റെ ഓരോ പേരുകളൊക്കെ അങ്ങനെയാണ് നാം മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നാം അറിയാത്ത പല പേരുള്ള പല സാധനങ്ങളുമുണ്ട്. അപ്പോൾ എന്നതുപോലെയാണ് ബാഹ്യമായതും അതുപോലെ തന്നെ രഹസ്യമായതുമായ കാര്യങ്ങൾ. ബാഹ്യമായ കാര്യങ്ങളെക്കുറിച്ചാണ് നാം എല്ലാവരും ചർച്ച ചെയ്യുന്നത്. എങ്കിൽ അതിൻ്റെ ഉള്ളറകളിലെ രഹസ്യങ്ങൾ വളരെ അപൂർവം ആളുകൾക്ക് മാത്രമേ അറിയുകയുള്ളൂ. അപ്പം അത്തരം രഹസ്യങ്ങൾ മഹാന്മാരായ ധാരാളം മശായിഖന്മാരുടെ സദസ്സിൽ ഇരുന്നു കൊണ്ട് മനസ്സിലാക്കിയെടുക്കാനും അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാനൊക്കെ കഴിഞ്ഞതുകൊണ്ടാണ് നമുക്കിന്നും സംശയമില്ലാതെ യാത്ര ചെയ്യാൻ കഴിയുന്നത്. പുറത്തെന്ത് നടക്കുന്നു എന്ന് നോക്കി വിലയിരുത്തേണ്ട കാര്യമില്ല. ഇപ്പോൾ ഞാനതിനൊരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇവിടെ നടക്കുന്ന ഓരോ പ്രശ്നങ്ങളും നടക്കുമ്പോൾ ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. ചിലർ ചില സിനിമകളെ കുറ്റപ്പെടുത്തുന്നു, ചിലർ രക്ഷിതാക്കളെ കുറ്റപ്പെടുത്തുന്നു, ചിലർ സമൂഹത്തെ കുറ്റപ്പെടുത്തുന്നു, ചിലർ ഡ്രഗ്സ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ പലതിനെയും കുറ്റപ്പെടുത്തുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടിലുള്ള കാര്യങ്ങൾ പറഞ്ഞാണ് കുറ്റപ്പെടുത്തലുകൾ നടത്തുന്നത്. അപ്പം ഇന്ന് എല്ലാ വിഷയങ്ങളെക്കുറിച്ചും എങ്ങനെ വേണമെങ്കിലും പറയാം. ഇപ്പോൾ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ആ സംഭവത്തിൻ്റെ യാഥാർത്ഥ്യം അറിയുന്നതിന് മുമ്പേ തന്നെ നിറയെ ചാനലുകൾ, വാർത്താ ചാനലുകൾ, ഇപ്പോൾ ഈ കഴിഞ്ഞ സംഭവം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കും, നിങ്ങളെല്ലാവരും ഒന്ന് പരിശോധിക്കണം. ഈ കഴിഞ്ഞ സംഭവം, ആ തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട് നടന്ന 6 പേരെ കൊല്ലാൻ ശ്രമിക്കുകയും ഒരാളതിൽ രക്ഷപ്പെടുകയും ബാക്കി 5 പേര് മരണപ്പെടുകയും ചെയ്തു. ബന്ധുക്കളും അതുപോലെ പുറത്തുനിന്നുള്ളൊരു പെൺകുട്ടിയും വളരെ വികൃതമായ രീതിയിലാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ നമ്മൾ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു കുട്ടി, ആ കുട്ടിയെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ എവിടെ നിന്നാണ് ആ കുട്ടിക്ക് ഒരു ധൈര്യമുണ്ടായത്? എവിടെ നിന്നാണ് അതിന് ഒരു ധൈര്യം കിട്ടിയത്? ആ വിഷയത്തിനേക്കാളെല്ലാം അപ്പുറത്ത് ആ സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ ആ പ്രതിയിൽ നിന്ന് ശരിക്കുള്ള സംഭവം എന്താണെന്ന് അറിയുന്നതിന് മുന്നേ തന്നെ എത്രയോ ചാനലുകാർ അവരവരുടെ ഊഹങ്ങൾ കൊണ്ട് ആ സംഭവത്തിന് വിലയിരുത്തിയത് നമ്മുടെ ചാനൽ പരിശോധിച്ചാൽ കാണാം. അപ്പോൾ എല്ലാവരും ഒരു സംഭവം നടക്കുമ്പോൾ അവരവരുടെ ഊഹങ്ങളിൽ നിന്നിട്ടാണ് അതിനെക്കുറിച്ച് വർണ്ണിക്കുന്നത്. കുറേ കഴിയുമ്പോൾ മറ്റൊരു യാഥാർത്ഥ്യം വരും, പിന്നെ ആ യാഥാർത്ഥ്യത്തിൻ്റെ പുറകെ ആവും. എന്നാലും സംശയങ്ങളുണ്ടാവും. അതങ്ങനെയാകാൻ വഴിയില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ഈ സംഭവം നടന്ന് ഈ പ്രതി വളരെ വിശദമായിട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എല്ലാവരെയും കൊന്ന് താനും ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചവനാണെന്ന് പറയുന്നു. അപ്പോൾ അവൻ എലിവിഷമൊക്കെ കഴിക്കുന്നു. അവൻ സ്വയം മരിക്കാൻ ശ്രമിച്ചവനാണെങ്കിൽ ആ എലിവിഷം കഴിച്ച് വീട്ടിൽ കിടന്നാൽ പോരെ? അവൻ എന്തിന് പോലീസ് സ്റ്റേഷനിൽ പോയി? എന്തിന് താൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു? അപ്പോഴാണ് അവൻ്റെ ബുദ്ധി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വളരെ ബുദ്ധിമാനായ വ്യക്തി ഇതും കഴിച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്നാൽ പോലീസുകാർ തന്നെ ഉപദ്രവിക്കില്ല എന്നും ഈ വിഷം കഴിച്ചാൽ താൻ പെട്ടെന്നൊന്നും മരിക്കില്ല എന്നും കുറച്ച് കാലം കഴിയുമ്പോൾ ജാമ്യത്തിലിറങ്ങി പുറത്തു വരാമെന്നൊക്കെ അവൻ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ടുണ്ട്. അവൻ്റെ ചില പ്രതികാരങ്ങൾ അവൻ തീർത്തു. അപ്പം ഇങ്ങനെ എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു, മറ്റൊരാൾക്ക് തോന്നിയത് അയാൾ പറഞ്ഞു. അങ്ങനെ എല്ലാവരും തോന്നിയ പോലെ പറയുകയാണ് എല്ലാ വിഷയത്തെക്കുറിച്ചും, ദൈവത്തിനെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും ഓരോ സംഭവങ്ങളെക്കുറിച്ചും ഒക്കെ എല്ലാവരും അവരവർക്ക് തോന്നിയത് പറയുകയാണ്.
പക്ഷെ സത്യം എന്താണെന്ന് നമുക്ക് അനുഭവിച്ച് തന്നെ മനസ്സിലാക്കണം. ഇപ്പോൾ മടവൂർ ഷെയ്ഖിനെ കുറിച്ചിട്ട് ധാരാളം ആളുകൾ അവരുടെ കറാമത്തുകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ വേറൊരു വിഭാഗം ഈ കാഫറുകൾ ഇങ്ങനെയുള്ളവരൊക്കെ ജാഹിലികളാണ്, മറ്റതാണ്, മറിച്ചാണെന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എന്തുകൊണ്ട് അവരങ്ങനെ പറയുന്നു വെച്ചാൽ അവരത് കണ്ടിട്ടില്ല. കണ്ടവർ അത് പറയുകയാണ്. സത്യത്തിൽ പറയേണ്ട ആവശ്യമില്ല. കാരണം അനുഭവങ്ങൾ എല്ലാവർക്കും വിലപ്പെട്ടതാണ്. മഹാനായ സീം വലിയുള്ളാൻ്റെ അരികിൽ നിന്ന് ഒരുപാട് സംഭവവികാസങ്ങൾ എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരുപാടുണ്ടായിട്ടുണ്ട്. ഞാനതൊന്നും പറഞ്ഞിട്ടില്ല. കാരണം അത് പറഞ്ഞ് ഒരു പരിഹാസം ഏറ്റുവാങ്ങേണ്ട ആവശ്യമില്ല. അത് ഞാൻ അവരെ പരിഹസിക്കുന്നതിന് തുല്യമായി പോകും. അത് നമുക്ക് കിട്ടിയൊരു ഗിഫ്റ്റാണ്. അത് നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുക. അത് വിളിച്ചു കൂവേണ്ട കാര്യമില്ല. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ ഇന്നും ഇന്നലെ ഉണ്ടായതല്ല. അത് ലോകം ഉണ്ടായ കാലം മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓരോ പ്രവാചകന്മാർ കടന്നു വരികയും അതിൻ്റെ പിൻഗാമികൾ ഉണ്ടാവുകയും ആ പിൻഗാമികൾ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലേക്ക് എത്തപ്പെടേണ്ടവർ എത്തപ്പെടുകയും അല്ലാത്തവർ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയും ചെയ്യും. കാരണം റസൂൽ ഉണ്ടായപ്പോൾ അബൂലഹബ് ഉണ്ടായി, ഇബ്രാഹിം നബി ഉണ്ടായപ്പോൾ അവിടെ നമ്രൂദ് ഉണ്ടായി, മൂസാ നബി ഉണ്ടായപ്പോൾ അവിടെ ഫറോവ ഉണ്ടായി. ഇങ്ങനെ ഒരു നല്ലതുണ്ടാകുമ്പോൾ ഒരു ചീത്ത ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. അപ്പം എന്നതുപോലെ നമ്മൾ നല്ലത് പറയുമ്പോൾ ചീത്ത പറയാനും ആളുകളുണ്ടാവും, അതും സ്വാഭാവികമാണ്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് കേൾക്കാൻ, സൂഫീസത്തെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, എന്താണ് സൂഫി? എല്ലാത്തിൽ നിന്നും നമ്മൾ പയ്യെ പെട്ടെന്നൊന്നും എല്ലാവർക്കും ചാടി ഒരു ദിവസം കയറി കൊട്ടയ്ക്കുള്ളിൽ കയറി ഇരിക്കാൻ പറ്റില്ല. നമുക്ക് പല ചിന്തകളും പല കാഴ്ചപ്പാടുകളും പല സ്വഭാവങ്ങളും നമ്മൾ വളർന്നു വന്ന സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കിയെടുത്ത സന്തോഷങ്ങളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് വലിച്ചെറിയാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. പക്ഷെ അത്തരം ആളുകളുടെ അരികിലേക്ക് ചെല്ലുമ്പോൾ മെല്ലെ മെല്ലെ നമ്മൾ അതിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞ് നമുക്ക് ഒരു തെറ്റും ചെയ്യാത്ത ഒരു നല്ല മനസ്സുണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് വാസ്തവം. അത് സൂഫികളെ കൊണ്ടല്ലാതെ ഇവിടുത്തെ ആര് വിചാരിച്ചാലും നടക്കില്ല എന്നുള്ളത് മറ്റൊരു സത്യവുമാണ്. അതുകൊണ്ട് അത്തരം ആളുകൾ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുകയും അത്തരം ആളുകളുടെ അരികിൽ നമ്മുടെ ചെറിയ കാലത്തെ തന്നെ മക്കളെ കൊണ്ടുപോയി പരിചയപ്പെടുത്തുകയും അവരുമായിട്ടുള്ള ബന്ധം നിലനിർത്തി കൊടുക്കുകയും ചെയ്താൽ അവരുടെ നിയന്ത്രണത്തിൽ നിന്ന് ഒരിക്കലും കുട്ടികൾ പുറത്തു പോകില്ല. പിന്നെ അവരെ ഓർത്ത് നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യവുമില്ല. അവരെന്നും ഒരു സൂക്ഷ്മ യാത്രയിലായിരിക്കും. തെറ്റുകളിലേക്ക് അവർ ഒരിക്കലും അടുക്കില്ല. തെറ്റ് കണ്ടാൽ അവർ പിന്മാറിപ്പോകും. അതാണ് സൂഫികളുടെ നിയന്ത്രണം. അതൊരു പണ്ഡിതനോ അല്ലെങ്കിൽ ഒരു പോലീസുകാരനോ അല്ലെങ്കിൽ ന്യായാധിപനിക്കോ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു സൂഫിക്ക് അത് കഴിയും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. കാരണം ഞാനിത് പറയുമ്പോൾ എൻ്റെ പിതാവൊക്കെ നല്ലൊരു മദ്യപാനിയായിരുന്നു. അപ്പോൾ ഞങ്ങളൊന്നും മദ്യപാനികളായില്ല. തെറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാമായിരുന്നു, ഏതെല്ലാം തരത്തിലൊക്കെ നമുക്ക് വഴിപിഴച്ച് പോകാമായിരുന്നു. പക്ഷേ വളരെ ചെറുപ്പത്തിലെ തന്നെ മഹലിലെ ഹത്തീബ്, അദ്ദേഹം ഒരു സൂഫിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തി ആയതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ നിയന്ത്രണങ്ങൾ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ തെറ്റുകളിലേക്കൊന്നും പോയില്ല. അത് നമ്മുടെ മക്കളിലേക്കും പകർന്നു കൊടുത്തപ്പോൾ അവരും അത് സൂക്ഷിച്ച് യാത്ര ചെയ്യുന്നവരായി മാറി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സമാധാനത്തിൽ കഴിയുന്നു. എത്ര ബാധ്യതകളും വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും മനസ്സമാധാനം എന്നുള്ളൊരു സാധനം നമുക്കില്ലെങ്കിൽ എല്ലാം പോയി. അപ്പോൾ അല്ലാഹു തആല നല്ല മാർഗത്തിലേക്കാക്കാൻ നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിനോട് തന്നെ പറയുക. നമ്മൾ പ്രവർത്തിക്കണം. വെറുതെ ദുആ ചെയ്തുകൊണ്ട് മാത്രം കാര്യമൊന്നും ആയില്ല. എല്ലാം പ്രവർത്തിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും പ്രവർത്തിക്കുക. മക്കൾ ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ ആ കുട്ടിക്കൊരു പേരിട്ടാൽ, മുഹമ്മദ് എന്നൊരു പേരിട്ടാൽ അല്ലെങ്കിൽ അബൂബക്കർ എന്നൊരു പേരിട്ടാൽ അവന് ബോധം വരുന്ന കാലത്ത് അവനെ ബോധ്യപ്പെടുത്തണം, മോനെ ഈ പേര് ഞാൻ നിനക്കിട്ടത് പ്രവാചകൻ്റെ പേരാണ്, റസൂലുള്ളാഹിൻ്റെ പേരാണ്. ആ പേര് ഞാൻ വളരെ ഇഷ്ടം കൊണ്ടിട്ടതാണ്. ആ പേരിന് നീ ഒരു കളങ്കം വരുത്തരുത് എന്ന് അവനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അപ്പോഴാണ് അവനത് സൂക്ഷിക്കുള്ളൂ. എന്തിൻ്റെയും വില മനസ്സിലാക്കി കയ്യിൽ കൊടുക്കുമ്പോഴാണ് അവരത് വിലയോടുകൂടി സൂക്ഷിക്കുള്ളൂ. അല്ലാതെ വെറുതെ എടുത്ത് കയ്യിൽ കൊടുത്താൽ അവരത് നിലത്തിട്ട് പൊട്ടിക്കും. അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സംഭവങ്ങളും. അതുകൊണ്ട് എല്ലാവരും വളരെ ഗൗരവമായി, വരും കാലത്ത് വലിയ വലിയ അപകടങ്ങളാണ് വരാനിരിക്കുന്നത്. മക്കളൊക്കെ വഴിപിഴച്ച് അതാണെന്നല്ല പെണ്ണെന്നില്ലാതെ എല്ലാവരും വളരെ മോശമായൊരു സാഹചര്യത്തിലേക്ക് പെട്ടുപോവുകയാണ്. അതുകൊണ്ട് ദൈവവിശ്വാസം തീരെ ഇല്ലാതെയാക്കുന്ന കുറേ നിരീശ്വരവാദികളുണ്ട്. ഇവരൊക്കെ ഇതിന് കാരണക്കാരാണ്. കാരണം ഒന്നിനും വിലയില്ലാത്ത രൂപത്തിലാണ് ഇന്ന് യൂട്യൂബ് ചാനൽ തുറന്നു കഴിഞ്ഞാൽ ഒന്നിനെയും വില കൽപ്പിക്കാത്ത, മതങ്ങളെപ്പോലും വെറുപ്പിക്കുന്ന, ദൈവങ്ങളെപ്പോലും നിഷേധിക്കുന്ന, ഇതൊക്കെ കണ്ടാണ് പിള്ളേർ വളരുന്നത്. അപ്പോൾ അവർക്കും തോന്നണേണ് ഇതൊക്കെ സത്യമാണ്.
ഇവരൊക്കെ പറഞ്ഞിട്ട് ഇവർക്കൊന്നും സംഭവിക്കണില്ലല്ലോ, അവർ പറഞ്ഞിട്ട് അവർക്കൊന്നും സംഭവിക്കും. നമ്മളൊക്കെ വെറുതെ ഈ ദൈവവിളിയും വിളിച്ച് സൂക്ഷിച്ചിരുന്നത് നമുക്ക് സൂക്ഷിക്കാനുള്ളതാണ് ഈ കാലം, മരിക്കണ വരെ സൂക്ഷിക്കുക. ഇങ്ങനത്തെ മൈൻഡാണ് ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ. സുഖം എന്ന് പറയുന്നത് ശരീരത്തെ നശിപ്പിക്കലല്ല, സുഖം എന്ന് പറയുന്നത് മനസ്സിനെ സമാധാനപ്പെടുത്തലാണ്, ഡ്രഗ്സടിച്ച് കിക്കാകലല്ല. ഞാൻ എൻ്റെ സൂഫി ഷേഖന്മാരുടെ അരിയിൽ നിന്നൊരു പാട്ട് കേട്ടിട്ടുണ്ട്. ബുദ്ധിമാങ്കളൊക്കെയും തുടങ്കുടിക്കും കള്ളട ഹക്ക് ലാ ഇലാഹ മുഹമ്മദുർ റസൂലുള്ളാഹ്. ബുദ്ധിയുള്ളവർ കുടിക്കുന്ന കള്ള് അത് റസൂലുള്ളാൻ്റെ ആ മുഹബത്ത് എന്ന് പറയുന്ന സ്നേഹമാണ്. അത് തിരിച്ചറിഞ്ഞവൻ്റെ ലഹരി, അവൻ ആ ലഹരിയിൽ യാത്ര ചെയ്യും. അത് തിരിച്ചറിയാത്തവൻ അല്ലാത്ത ലഹരി തേടിപ്പോവും, അതറിയാത്ത ലഹരിയിൽ അടിമപ്പെടുകയും ചെയ്യും. അങ്ങനെ പലതിനും അഡിക്റ്റായിക്കൊണ്ട് ഇന്ന് വിപണിയിലിറങ്ങുന്ന ഓരോ ഫോണുകൾ കാണുമ്പോൾ അത് കയ്യിൽ വാങ്ങിക്കഴിയുമ്പോൾ അതിനേക്കാളും മെച്ചമുള്ള അടുത്ത ഫോൺ ഇറങ്ങുകയാണ്. വീട്ടിൽ ചിലപ്പോൾ കഞ്ഞി കുടിക്കാൻ തന്നെ വകയുണ്ടാകില്ല, അവനിക്ക് വില കൂടിയ ഫോൺ കയ്യിലില്ലെങ്കിൽ ഒരു കുറവാണ്. അങ്ങനത്തെയൊക്കെ ചിന്താഗതികളാണ് കുട്ടികൾക്കുള്ളത്. ഇതിലേക്ക് പോകാതിരിക്കണമെങ്കിൽ വളരെ സൂക്ഷിക്കുക.